DMK-യിൽ നിന്ന് പുറത്താക്കപ്പെട്ട മുൻ മന്ത്രി KA സെങ്കോട്ടയൻ വിജയിയുടെ TVK-യിൽ ചേർന്നു. പനയൂരിലെ പാർട്ടി ആസ്ഥാനത്തെത്തി അംഗത്വം എടുക്കുകയായിരുന്നു. MGR-നും ജയലളിതയ്ക്കും ഒപ്പം പ്രവർത്തിച്ച മുതിർന്ന നേതാവാണ് സെങ്കോട്ടയ്യൻ. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. KB ശ്രീധരൻ വിവരങ്ങളുമായുണ്ട്. ശ്രീധരൻ, സെങ്കോട്ടയ്യൻ തമിഴ്നാട്ടിലെ തലയെടുപ്പുള്ള നേതാക്കളിൽ ഒരാളാണ്, പ്രമുഖനായ മുൻനിര നേതാക്കളിൽ ഒരാളാണ്. TVK സംബന്ധിച്ച് അവർക്കൊരു പ്രധാനപ്പെട്ട നേതാവിനെ ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും ജയലളിതയോടൊപ്പം പ്രവർത്തിച്ച നേതാവ് അല്ലെങ്കിൽ സ്ഥാപക നേതാക്കളിൽ ഒരാൾ DMK-യുടെ അങ്ങനെയുള്ള ഒരു നേതാവാണ് ഇപ്പോൾ TVK-യിൽ ചേർന്നിരിക്കുന്നത്. പനയൂരിലെ TVK-യുടെ പാർട്ടി ആസ്ഥാനത്തെത്തിയാണ് അദ്ദേഹം അംഗത്വം എടുത്തത്. ഏതായാലും വിജയിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചതും. വിജയുടെ ഒരു വീഡിയോയും സെങ്കോട്ടയ്യനെ സ്വാഗതം ചെയ്ത ഒരു വീഡിയോയും വന്നിട്ടുണ്ട്. ഏതാണ്ട് 50 വർഷത്തിലധികം നീണ്ട രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ഒരു നേതാവ് TVK-യിലേക്ക് വരുന്നത് ആ പാർട്ടിക്ക് മുതൽക്കൂട്ടാകും. TVK ഇപ്പോൾ അനുഭവിക്കുന്നത് അങ്ങനെ പ്രവൃത്തി പരിചയമുള്ള ഒരു ആരാധക വൃന്ദത്തിനപ്പുറം ഒരു പ്രവൃത്തി പരിചയമുള്ള നേതാക്കളുടെ അഭാവമാണ് TVK-ക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു നേതാക്കൾ പാർട്ടിയിലേക്ക് വരുന്നത് TVK-യെ സംബന്ധിച്ച് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വലിയ നേട്ടമാവുന്നത്. പ്രത്യേകിച്ച് കൊങ്കുനാട് മേഖലയിൽ, കോയമ്പത്തൂർ, ഈറോഡ്, സേലം ഉൾപ്പെടുന്ന ആ മേഖലയിൽ DMK-യുടെ ഒരു ശക്തി കേന്ദ്രമാണ്. ആ മേഖലയിൽ ശക്തമായി സ്വാധീനമുള്ള ഒരു നേതാവ് കൂടിയാണ് ഈ സെങ്കോട്ടയ്യൻ. ഏതായാലും വിജയുടെ ഒരു വിജയുടെ ഒരു സ്വാധീനത്തിനപ്പുറം ഇങ്ങനെയുള്ള ഒരു നേതാവ് കൂടി വരുന്നത് TVK-ക്ക് വലിയ നേട്ടമാകും. മുൻ മന്ത്രിയാണ്, 9 തവണ നിയമസഭാംഗമായ നേതാവാണ്, തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട നേതാവാണ്. AIADMK-യുടെ രൂപീകരണ കാലം മുതൽ ഉള്ള നേതാവാണ്. ജയലളിതയുടെ ഏറ്റവും അടുത്ത നേതാക്കളിൽ ഒരാളാണ് KA സെങ്കോട്ടയ്യൻ. AIADMK-യിൽ നിന്ന് കലഹിച്ച് പുറത്താക്കപ്പെട്ടതിന് പിന്നാലെ DMK-യുടെ ക്ഷണമുണ്ടായിരുന്നെങ്കിലും അത് സ്വീകരിക്കാതെ ഇപ്പോൾ TVK-യിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്.